എത്രയോ മടങ്ങ് അടിയിലേക്ക് അതിന്റെ വേരായി ആണിയായി ഇറങ്ങിയത് കാണാൻ കഴിയും. ഒരാണിയെ പോലെ തന്നെ. ഒരാണി നമ്മൾ അടിച്ചു കയറ്റുമ്പോൾ ആണിയുടെ പ്രധാനപ്പെട്ട ഭാഗം മുഴുവനും അടിയിലേക്കാണ് എന്നതുപോലെ പർവ്വതത്തിന്റെ 90% ഭൂമിക്കടിയിലാണ്. വെറും 10% മാത്രമാണ് നമ്മൾ പുറത്തേക്ക് കാണുന്നത്. അതേപോലെ തന്നെ ഖുർആനിൽ 21-ാമത്തെ അധ്യായം സൂറത്തു അംബിയായിലെ 31-ാമത്തെ വചനത്തിലൂടെ പർവ്വതങ്ങളുടെ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു. പർവ്വതങ്ങൾ ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കുവാൻ വേണ്ടിയാണ് എന്ന്. ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കുവാൻ പർവ്വതങ്ങൾക്ക് ഭൗമസംതുലനത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്ന്, ഐസോസ്റ്ററ്റിക്കലായിട്ടുള്ള പങ്കുണ്ട് എന്ന വസ്തുത ഇന്ന് ഭൂമിശാസ്ത്രജ്ഞന്മാരെല്ലാം സമ്മതിക്കുന്നു. ഇതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ ജീവശാസ്ത്രപരമായ പരാമർശങ്ങൾ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ തന്നെയുള്ള 30-ാമത്തെ വചനത്തിൽ എല്ലാ ജീവവസ്തുക്കളെയും വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു പരിശുദ്ധ ഖുർആൻ. വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. വെള്ളം ജീവവസ്തുവിന്റെ അടിസ്ഥാനമാണ്. എല്ലാ ജീവനുള്ള വസ്തുക്കളും ജീവനുള്ള സാധനങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കോശങ്ങളാലാണ്. കോശങ്ങളിലെ സൈറ്റോപ്ലാസം, കോശദ്രവ്യം 80% ജലമാണ്. ഏതൊരു ജീവിയുടെയും സസ്യത്തിന്റെയും ശരീരത്തിലെ 70 മുതൽ 80 വരെ ശതമാനം ജലമാണ്. ജലം കൊണ്ടാണ്, വെള്ളം കൊണ്ടാണ് ജീവവസ്തുവിനെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയിലെ ആ മരുഭൂമിയിൽ വെച്ച് ഒരിക്കലും പറയാൻ സാധിക്കുമായിരുന്നില്ല. വെള്ളം ലഭിക്കാത്ത മരുഭൂമിയിൽ വെച്ച് പടച്ചതമ്പുരാന്റെ വചനങ്ങളാണിത് എന്ന് വളരെ കൃത്യമായി സൂചിപ്പിക്കുകയാണ് ഈ വചനങ്ങളെല്ലാം. അതേപോലെ തന്നെ സസ്യശാസ്ത്രത്തിൽ, ബോട്ടണിയിൽ പരിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായം സൂറത്ത് യാസീനിലെ 36-ാമത്തെ വചനത്തിലൂടെ സസ്യങ്ങൾ എല്ലാം ഇണകളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുന്നു. ഇണകളായിട്ടുള്ള സസ്യങ്ങളുടെ സൃഷ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അറിയുമായിരുന്നില്ല. എന്നാൽ ഇന്ന് നമുക്കറിയാം, സസ്യങ്ങൾ, പൂക്കൾ, കായ്ക്കനികൾ പോലും പലപ്പോഴും ഇണകളാണ്. അവക്ക് പോലും ലൈംഗികതയുണ്ട് എന്നും അവക്ക് പോലും സെക്സ് ഉണ്ട് എന്നുമുള്ള വസ്തുത ഇന്ന് സസ്യശാസ്ത്രജ്ഞന്മാർക്ക് അറിയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ജന്തുശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു. ജന്തുശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിലെ 38-ാമത്തെ വചനത്തിൽ എല്ലാ ജീവികളും, ജീവജാലങ്ങളെ കുറിച്ച് പറയുമ്പോൾ, സുവോളജിയിലെ ചില പരാമർശങ്ങൾ നടത്തുമ്പോൾ എല്ലാ ജീവജാലങ്ങളും സമൂഹമായിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു. വളരെ കൃത്യമാണ്. ജീവജാലങ്ങളെല്ലാം, എല്ലാ ജന്തുജീവികളും സമൂഹമായി മനുഷ്യനെ പോലെ തന്നെ സാമൂഹ്യ ജീവിതം നയിക്കുന്നവയാണ് എന്നുള്ള വസ്തുത ഇന്ന് ജീവശാസ്ത്രജ്ഞന്മാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ തേനീച്ചയെക്കുറിച്ച് പറഞ്ഞു. 16-ാമത്തെ അധ്യായം സൂറത്ത് നഹ്ലിലെ 68-69 വചനങ്ങളിൽ തേനീച്ചയെക്കുറിച്ച് പറയുമ്പോൾ വളരെ ശ്രദ്ധേയമായ കാര്യം സ്ത്രീലിംഗ ക്രിയകളാണ് അതിൽ പ്രയോഗിച്ചിട്ടുള്ളത് എന്നതാണ്. ഇത്തഖദി, കുലി, ഫസ്ലുക്കി തുടങ്ങിയ പദപ്രയോഗങ്ങൾ. ഈ പദപ്രയോഗങ്ങൾക്കർത്ഥം പെൺതേനീച്ചയാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് എന്നാണ്. പെൺതേനീച്ചയാണ് കൂടുണ്ടാക്കുന്നത്, പെൺതേനീച്ചയാണ് തേൻ ശേഖരിക്കുന്നത്, പെൺതേനീച്ചയിൽ ഇതാണ് തേൻ നിർഗളിക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് പെൺതേനീച്ചകളാണ് എന്ന് ഈ പ്രയോഗങ്ങൾ വ്യക്തമാക്കുന്നു. എന്ന് മാത്രമല്ല, തേനീച്ചകളുടെ ജീവവ്യവസ്ഥിതി പടച്ചതമ്പുരാൻ പ്രത്യേകമായ ബോധനം നൽകിയിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. 1973 വോൺ ഫ്രിഷി എന്ന ശാസ്ത്രജ്ഞൻ നമുക്ക് പറഞ്ഞു തരുന്നത് വരെ തേനീച്ചകളുടെ ജീവിത രീതിയെക്കുറിച്ച് നമുക്കൊന്നും അറിയാമായിരുന്നില്ല. 1973 മാത്രം ആധുനിക സമൂഹം മനസ്സിലാക്കിയ കാര്യം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ പറഞ്ഞു? ഉത്തരം ഇത് സർവ്വലോക രക്ഷിതാവായ തമ്പുരാന്റെ ഗ്രന്ഥമാണ് എന്നത് തന്നെയാണ്. അതേപോലെ നമുക്ക് എട്ടുകാലികളെ കുറിച്ചുള്ള പരാമർശം കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ 29-ാമത്തെ അധ്യായം സൂറത്ത് അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലിയുടെ കൂടിനെ കുറിച്ച് പറയുമ്പോൾ ആ കൂടി ഏറ്റവും ദുർബലമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. എട്ടുകാലി കൂടിന്റെ ദുർബലത മാത്രമല്ല,
ഒരു വീട് എന്നുള്ള നിലക്ക് എട്ടുകാലിയുടെ വീടിന്റെ അവസ്ഥയെയും കുറിക്കുന്നു ഈ പദപ്രയോഗം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എട്ടുകാലി വീട്ടിൽ പെണ്ണെട്ടുകാലി കുറച്ച് കഴിഞ്ഞാൽ ആണെട്ടുകാലിയെ നശിപ്പിക്കും, കൊന്നുകളയും എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള വസ്തുത. അവിടെ ഒരു വീട് എന്നുള്ള നിലക്ക് എട്ടുകാലി വീട് ഒരു പരാജയവാട് എന്നാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 17-18 വചനങ്ങളിൽ ഉറുമ്പുകളുടെ ആശയവിനിമയത്തെ കുറിച്ച് പറയുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നപ്പോൾ ഉറുമ്പുകൾ പരസ്പരം സംസാരിച്ചതായി പറയുന്നു. ഉറുമ്പുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഇതേതോ ഭൂത പ്രേത കഥകൾ ഉള്ള കാര്യങ്ങളാണ് എന്ന് ചിലർ തെറ്റിദ്ധരിച്ചേക്കും. ഇത് ഫയറി ടൈൽ അല്ല, ഭൂതകഥയല്ല. ഇന്ന് നമുക്കറിയാം മനുഷ്യനോട് ഏറ്റവും അധികം സാധർമ്യം പുലർത്തുന്ന ജീവികളിൽ ഒന്നാണ് ഉറുമ്പ് എന്ന്. അവയുടെ സാമൂഹ്യ ജീവിതം വളരെ അധികം അത്ഭുതകരമാണ്. അവ ഒന്നിച്ച് കൂടുണ്ടാക്കുന്നു, അതിന് തന്നെ ലീഡറുണ്ട്, അതേപോലെ തന്നെ അതിന് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. ആ രൂപത്തിൽ കച്ചവടം വരെ നടത്തുന്നു. വസ്തുക്കൾ വിൽക്കുവാൻ വേണ്ടി, വസ്തുക്കൾ പരസ്പരം കൈമാറുവാൻ വേണ്ടി മാർക്കറ്റുകൾ വരെ നടത്തുന്ന ഉറുമ്പ് കൂട്ടങ്ങളുണ്ട്. ആ ഉറുമ്പുകൾ പ്രത്യേകമായി ആശയവിനിമയം നടത്തുന്നു എന്നത് ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടെത്തലാണ്. ഉറുമ്പുകൾ ആശയവിനിമയം നടത്തിയതായി പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഒരിക്കലും ഒരു ഭൂതകഥയല്ല എന്നുള്ള വസ്തുത വ്യക്തമാവുകയാണ് ഇവിടെ. അതേപോലെ മെഡിസിനുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ, തേനിന്റെ മെഡിക്കൽ വാല്യൂ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തു നഹ്ലിലെ തന്നെ 68-69 വചനങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം. തേൻ അതിന്റെ ഔഷധ മൂല്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതില്ല ഇന്ന്, എന്നാൽ ഇന്നലെ അങ്ങനെയായിരുന്നില്ല. തേനിന് ആന്റിസെപ്റ്റിക്കായ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുള്ള വസ്തുത ഇന്ന് നമുക്കറിയാം. അതേപോലെ പരിശുദ്ധ ഖുർആൻ രക്തചംക്രമണത്തെയും പാലിന്റെയും രക്തചംക്രമണത്തിന്റെയും കാഷ്ടത്തിന്റെയും ഇടയിലുള്ള ആ നിർമ്മാണത്തെയുമെല്ലാം കുറിച്ച് സൂചിപ്പിക്കുന്നു. ഈ സൂചനകളിൽ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട 1000 വർഷങ്ങൾക്ക് ശേഷം മാത്രം രക്തചംക്രമണത്തെ കുറിച്ച് പറഞ്ഞ വില്യം ഹാർവേയുടെ പഠനങ്ങൾ, ആ പഠനങ്ങൾക്ക് തത്തുല്യമായ പരാമർശങ്ങളാണ് പരിശുദ്ധ ഖുർആൻ നടത്തുന്നത്. അത്ഭുതകരമാണ് ഖുർആനിലെ ഇത്തരം പരാമർശങ്ങൾ. ഏകദേശം 10-30 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകപ്രശസ്തനായ എംബ്രിയോളജിസ്റ്റ്, ഭ്രൂണശാസ്ത്രജ്ഞൻ ഡോക്ടർ കീത്ത് മൂറിന്റെ അടുക്കലേക്ക് ഏതാനും സൗദി അറേബ്യയിലെ ഏതാനും യുവാക്കൾ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പറഞ്ഞിട്ടുള്ള, സ്വഹീഹായ ഹദീസുകളിലും പറഞ്ഞിട്ടുള്ള ഭ്രൂണശാസ്ത്ര സംബന്ധിയായ പരാമർശങ്ങളുടെ യാഥാർത്ഥ്യം അറിയുവാൻ വേണ്ടി പോയി. അദ്ദേഹത്തിന്റെ മുന്നിൽ ഈ പരാമർശങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിലൊരുപാട് കാര്യങ്ങൾ എനിക്ക് ശരിയാണെന്ന് തോന്നുന്നു, പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല, പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഖുർആനിലെ 96-ാമത്തെ അധ്യായം സൂറത്തുൽ അലഖിലെ 1-2 വചനങ്ങളാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. അട്ടയെപ്പോലുള്ള ഒരു വസ്തുവിൽ നിന്ന് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. ആ അട്ടയെപ്പോലുള്ള വസ്തു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് യോജിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു പരിശോധിക്കണം. അദ്ദേഹത്തിന്റെ സ്വന്തം ലാബറട്ടറിയിൽ പോയി ആ അവസ്ഥയിലുള്ള ചെറിയ രൂപത്തിലുള്ള തുടക്കത്തിലുള്ള ഭ്രൂണത്തെ എടുത്ത് പരിശോധിച്ചപ്പോൾ അദ്ദേഹം അത്ഭുത പരതന്ത്രനായി. അദ്ദേഹം പറഞ്ഞു, ഇത് അട്ടയെപ്പോലെ തന്നെ സാദൃശ്യം പുലർത്തുന്നു. പരിശുദ്ധ ഖുർആനിലെ ഭ്രൂണശാസ്ത്ര പരാമർശങ്ങൾ അത്ഭുതകരമാണ്. ആ ഭ്രൂണശാസ്ത്ര പരാമർശങ്ങളെ കുറിച്ച് ഡോക്ടർ കീത്ത് മൂർ തന്നെ എഴുതിയ ദ ഡെവലപ്പിംഗ് ഹ്യൂമൻ എന്ന ഗ്രന്ഥത്തിന്റെ ഇസ്ലാമിക് എഡീഷൻസ്, ആ ഇസ്ലാമിക് എഡീഷൻസ് കൂടിയ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഓരോ രംഗത്തും പരിശുദ്ധ ഖുർആൻ പറയുന്ന കൃത്യത. ഖുർആൻ 76-ാമത്തെ അധ്യായം സൂറത്ത് ഇൻസാനിലെ 2-ാമത്തെ വചനത്തിലൂടെ പരിശുദ്ധ ഖുർആൻ കൂടിച്ചേർന്നുണ്ടായ ബീജത്തിൽ നിന്നാണ് കുഞ്ഞിന്റെ സൃഷ്ടി നടക്കുന്നത് എന്ന് പറയുന്നു. അവിടെ കൂടിച്ചേർന്നുണ്ടായ ബീജം, പുരുഷ ബീജവും സ്ത്രീ ബീജവും കൂടിച്ചേർന്നിട്ടാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന അറിവ് നമുക്കുണ്ടായത് അടുത്ത കാലഘട്ടത്തിൽ മാത്രമാണ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഇവിടെ 23-ാമത്തെ അധ്യായം സൂറത്ത് അൽ മുഅ്മിനൂനിലെ 12 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ ഭ്രൂണത്തിന്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ആ ഘട്ടങ്ങളെല്ലാം വളരെ കൃത്യമാണ്. നുത്ഫ എന്ന് പറയുന്നു, ആ നുത്ഫയിൽ നിന്ന് അലഖയുണ്ടായി എന്ന് പറയുന്നു,
അലക്കയിൽ നിന്ന് മുലായി ഉണ്ടായി എന്ന് പറയുന്നു, മുലായിൽ നിന്ന് ഇളാം ഉണ്ടായി എന്ന് പറയുന്നു, ഇളാമിനെ മാംസം കൊണ്ട് പൊതിഞ്ഞു എന്ന് പറയുന്നു, അതിനുശേഷം മറ്റൊരു സൃഷ്ടിയായി തീർന്നു എന്ന് പറയുന്നു. അലക്ക എന്ന പദത്തിന് 3 അർത്ഥങ്ങളുണ്ട്. ഒന്ന് അള്ളിപ്പിടിക്കുന്നത്, മറ്റൊന്ന് അട്ടയെ പോലുള്ളത്, മറ്റൊന്ന് രക്തപിണ്ഡം. ഈ 3 അർത്ഥങ്ങളും ഈ സമയത്തുള്ള ഭ്രൂണത്തെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചാൽ അത് കൃത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് മുലായി ഉണ്ടാകുന്നു, ചവച്ചരച്ച മാംസപിണ്ഡം. മുലാ എന്ന പദത്തിന് അർത്ഥം അതാണ്, ചവച്ചരച്ച മാംസപിണ്ഡം. ഈ സമയത്ത് നമുക്ക് ഭ്രൂണത്തിന്റെ ശരീരത്തിലേക്ക് നോക്കിയാൽ സോമൈറ്റുകൾ, പല്ലിന്റെ അടയാളത്തെ പോലെ തോന്നുന്ന ആ സോമൈറ്റുകൾ പോലും കാണാൻ കഴിയും. അവിടെ നിന്നാണ് പിന്നെ അത് അസ്ഥികൂടമാകുന്നത്. അസ്ഥികൂടമായി പിന്നീട് അതിനെ പേശി കൊണ്ട് പൊതിയുമ്പോഴാണ് മറ്റൊരു സൃഷ്ടിയാകുന്നത്. മറ്റൊരു സൃഷ്ടി എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഈ സമയം വരെ ഒരുവിധമല്ല മാമൽസിന്റെയും ശരീരത്തിന്റെ ഘടന നോക്കിയാൽ, അവയുടെ ഭ്രൂണപരിണാമത്തിന്റെ രൂപം നോക്കിയാൽ ഏകദേശം ഒരേപോലെയാണ്. പേശി പൊതിയുന്നതോടുകൂടി കാര്യം മാറുന്നു. അതൊരു പുതിയ സൃഷ്ടിയായി മനുഷ്യ സൃഷ്ടിയുടെ രൂപത്തിലേക്ക് വരുന്നു. ഇതാണ് അത്ഭുതകരമായ കാര്യം. പരിശുദ്ധ ഖുർആൻ ഓരോ ഘട്ടം വിശദീകരിക്കുമ്പോഴും കൃത്യമാണ് ഖുർആനിലെ പരാമർശങ്ങൾ. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്തു സുമറിൽ 6-ാമത്തെ വചനത്തിൽ 3 തരം ഇരുട്ടുകൾക്കുള്ളിലായി നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. 3 ഇരുട്ടുകൾ, ഗർഭാശയ ഭിത്തി, അതേപോലെ തന്നെ അടിവയറിന്റെ ഭിത്തി, ആംനിയോൺ, കോറിയോൺ, പാട. ഈ 3 ലെയറുകൾക്കുള്ളിലായിട്ടാണ്, 3 പാളികൾക്കുള്ളിലായിട്ടാണ് നമ്മൾ വളരുന്നത്. പരിശുദ്ധ ഖുർആൻ കൃത്യമായ പരാമർശങ്ങൾ നടത്തുന്നു. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഓരോ വിഷയങ്ങളിലും പറയുന്ന കൃത്യത നമ്മൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ഖുർആനിലെ 75-ാമത്തെ അധ്യായം സൂറത്തുൽ ഖിയാമയിലെ 3-4 വചനങ്ങളിലൂടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വിരലടയാളങ്ങൾ, വിരൽത്തുമ്പുകൾ മനുഷ്യരുടെ വിരൽത്തുമ്പുകൾ അദ്വിതീയങ്ങളാണ് എന്ന്. അഥവാ നിങ്ങളുടെ വിരൽത്തുമ്പുകളെ പോലും അതേപോലെ സൃഷ്ടിക്കുവാൻ സാധിക്കുന്നവനാണ് പടച്ച തമ്പുരാൻ എന്നുള്ള വസ്തുത വ്യക്തമാക്കിയപ്പോ കോടിക്കണക്കിന് മനുഷ്യരുടെ വിരൽത്തുമ്പുകൾ വ്യത്യസ്തങ്ങളാണ് എന്ന് 1880 മാത്രമാണ് നമുക്ക് മനസ്സിലായത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയായിരുന്നു ഇത്. തായ്ലൻഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു മഹാപണ്ഡിതനായ ഹിതാക്കി ഗിഷോവോ എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ മുന്നിൽ പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 56-ാമത്തെ വചനം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞപ്പോ അദ്ദേഹം ആദ്യം അത് അംഗീകരിക്കുവാൻ കൂട്ടാക്കിയില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ശിക്ഷയെക്കുറിച്ചാണ്. പരലോകത്ത് നരകത്തിലിട്ട് ശിക്ഷിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ശിക്ഷ ആസ്വദിക്കുവാൻ വേണ്ടി തൊലികൾ മാറ്റി മാറ്റി കൊടുക്കും. തൊലികളും ശിക്ഷയും തമ്മിൽ ബന്ധമുണ്ട്. മനുഷ്യർക്ക് വേദന അനുഭവിക്കുവാൻ സാധിക്കുന്ന, വേദന അനുഭവിപ്പിക്കുന്ന റിസപ്റ്റേഴ്സ്, ആ സ്വീകരണികൾ തൊലികളിലാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത്. തൊലികളില്ലെങ്കിൽ, തൊലികൾ പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞാൽ വേദന അനുഭവിക്കുന്ന അവസ്ഥക്ക് മാറ്റമുണ്ടാകും എന്നുള്ള വസ്തുത നമുക്കിപ്പോഴാണ് മനസ്സിലായത്. തൊലികളിലെ നോസിസെപ്റ്ററുകളിലൂടെയാണ് വേദന തലച്ചോറിലെത്തുകയും വേദന അനുഭവിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശരീരം മുഴുവനും പൊള്ളിപ്പോയ ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ഡോക്ടർമാർ കുത്തിനോക്കുകയും വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സന്തോഷമാവുകയും ചെയ്യുന്നത്. ഇക്കാര്യം കണ്ടപ്പോൾ അദ്ദേഹം വീണ്ടും പരിശോധിക്കുവാൻ സന്നദ്ധമായി. അങ്ങനെ പരിശോധിച്ച് അദ്ദേഹത്തിന് അവസാനം ബോധ്യപ്പെട്ടു ഇത് ദൈവിക ഗ്രന്ഥമാണ് എന്ന്. അദ്ദേഹം റിയാദിൽ വെച്ച് നടന്ന 7-ാം സൗദി മെഡിക്കൽ കോൺഫറൻസിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്.